Hi dear students, good afternoon. Today we are going to study the chapter of दो बैलों की कथा. बैलों means oxes, दो बैलों means two bike. നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? ചൂരി के पास दो बैल थे. ചൂരി എന്ന് പറയുന്ന ആളുടെ അടുത്ത് രണ്ട് ബൈൽ ഉണ്ടായിരുന്നു. हीरा और मोती. പേരെന്തായിരുന്നു? हीरा और मोती. दो बैलों की कथा. बैलिന്റെ പേരെന്തായിരുന്നു? हीरा और मोती. हीरा और मोती. दोनों में बहुत प्यार था. वे दोनों नाद में एक साथ मुंह डालते और एक साथ ही खड़ाते. चूरी उनके चारे पानी का बड़ा ध्यान रखता था. वह कभी खुलकर भी उन्हें मारता पीटता नहीं था. पशु के प्यार का भूखा होता है. वे भी चूरी को बहुत चाहते थे. चूरी की पत्नी का भाई गया एक बार हीरा और मोती को कुछ दिन के लिए अपने गांव में ले जाने लगा. बैलों को बड़ा आश्चर्य हुआ कि वह उन्हें क्यों और कहाँ लिए जाता है. रास्ते में उन्होंने उसे बड़ा तंग किया. मोती बाएं भागता तो हीरा दाएं. इस पर गया ने उन्हें खूब पीड़ा और घर पहुंचकर उसने उनके सामने सूखा फूका भूसा डाल दिया. पर उन्होंने उसे सूखा तक नहीं. എന്തായിരുന്നു നമ്മുടെ കഥയിലെ സ്റ്റോറി? ഓർമ്മയുണ്ടോ? ദോ ബൈലോं की കഥയായിരുന്നു. രണ്ട് ബൈലുണ്ടായിരുന്നു. ആരുടെ പക്കലാണ്? ചൂരിയുടെ പക്കൽ രണ്ട് ബൈലുണ്ടായിരുന്നു. അതിൻ്റെ പേരെന്താണ്? ഹീര ഔർ മോത്തി. അപ്പം ഇത് എന്താണ്? രണ്ടുപേരും ഭയങ്കര സ്നേഹമായിരുന്നു. രണ്ടുപേരും വെള്ളം കുടിക്കുന്നത് ഒരുമിച്ചായിരുന്നു, പുല്ല് തിന്നുന്നത് ഒരുമിച്ചായിരുന്നു, നടക്കുന്നതും എല്ലാം ഒരുമിച്ചായിരുന്നു. അതുപോലെ അവർ ആ യജമാനൻ എന്ത് ചെയ്യുന്നു? യജമാനൻ എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ഈ ബൈല് ഈ കാളുകളുടെ ഉടമസ്ഥരാണ്. ഈ ബൈലിനെ അവർ പൊന്നുപോലെ നോക്കിയിരുന്നു. ഇഷ്ടംപോലെ ആഹാരം കൊടുത്തിരുന്നു, ഇഷ്ടംപോലെ വെള്ളം കൊടുത്തിരുന്നു, ഉപദ്രവിക്കാറില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവരുടെ പത്നി, ഭാര്യയുടെ സഹോദരൻ ഗയ ഒരിക്കൽ ഇതിനെ രണ്ടുപേരെയും കൂടി അവർ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി പോയി. അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോയ വഴി എന്ത് ചെയ്തു? ഒരുപാട് ഉപദ്രവിച്ചു. അപ്പോൾ ആ സമയത്ത് ഒരാൾ വലത്തോട്ട് ഇറങ്ങി ഓടി, ഒരാൾ ഇടത്തോട്ട് ഇറങ്ങി ഓടി. ഇഷ്ടപ്പെടാതെ എങ്ങനെയെങ്കിലുമാണ് ആ ഗയയുടെ വീട്ടിൽ എത്തിച്ചേർന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ പഠിച്ചത്. കുറച്ചുകൂടി പഠിച്ചിരുന്നു. പിന്നെ എന്താ പഠിച്ചൊന്ന് നോക്കിയേ. പേജ് നമ്പർ 84 रात होने पर दोनों बैलों ने वहाँ से भाग जाने का निश्चय किया. രാത്രിയായപ്പോൾ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി തീരുമാനിച്ചു. उन्होंने जोर लगाकर रस्सियां तोड़ डाली और भाग निकले. सुबह होने पर जब चूरी ने उन्हें अपने स्थान पर खड़े देखा तो वह सब कुछ समझ गया और प्यार से उन पर हाथ फेरने लगा. परंतु चूरी की पत्नी उन्हें देखकर जल उठ गई. उसने उनके सामने रूखा सूखा भूसा डाल दिया. फिर भी वे कुछ थे. ഒരു ദിവസം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ച് ചൂരിയുടെ അടുത്ത് തന്നെ വന്നു. അപ്പോഴത്തേക്ക് അവർക്ക് സന്തോഷമായി. അവിടെ വന്ന് കുറേ ആഹാരവും പുല്ലും ഒക്കെ കഴിച്ചു. പക്ഷേ ആ ഗയയുടെ വീട്ടിൽ പോയിരുന്ന സമയത്ത് എന്താണ്? ഉണങ്ങിയ പുല്ലുകളാണ് അവിടെ പോയിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് എന്താ നോക്കിയേ. उसने उनके सामने रूखा सूखा भूसा डाल दिया. फिर भी कुछ थे. अगले दिन गया फिर आया. अगले दिन അടുത്ത ദിവസവും ഗയ വന്നു. എന്ത് ചെയ്തു? ഇസ് ബാർ വഹുവിനെ ഗാഡി മേ ജോത് കർ ലേ ഗയ. അതിനെ
ഒരു വണ്ടിയിൽ, നമ്മൾ കണ്ടിട്ടുണ്ടോ, കുതിരവണ്ടിയൊക്കെ കണ്ടിട്ടുണ്ടോ? കുതിരവണ്ടിയും കാളവണ്ടിയിലും ഒക്കെ എന്ത് ചെയ്തു, കാളവണ്ടി ആയിട്ട് ചുറ്റിക്കെട്ടി അതിനെ കൊണ്ടുപോയി. रास्ते में मोती ने चाहा कि गाड़ी गड्ढे में धकेल दे पर गिरा, समझदार था, उसने गाड़ी संभाल ली, जैसे तैसे गया घर पहुंचा. എങ്ങനെയെങ്കിലും കുണ്ടും കുഴിയിലൊക്കെ ചാടി എന്ത് ചെയ്തു, അടിയൊക്കെ കിട്ടി എന്ത് ചെയ്തു, വീട്ടിലെത്തിച്ചേർന്നു. അവിടെ വരെയായിരുന്നു നമ്മൾ പഠിച്ചത്. ബാലൻസ് പോർഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. अब गया ने, നോക്കിയേ, अब गया ने उनसे बड़ा संत काम लेना शुरू किया. वह उन्हें दिन भर हल में जोतता, जब तक उन्हें मारता पीटता, शाम को घर लाकर मोटे मोटे रेशम से बांधकर उनके सामने रूखा सूखा भूसा डाल देता. वे लाचार निगाहों से एक दूसरे को देखते रहते. എന്താണ് പറയുന്നത് നോക്കിയേ, എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നോക്കിയേ. अब गया ने, अब गया ने उनसे बड़ा सख्त काम लेना शुरू किया. वह उन्हें दिन भर हल में जोतता, जब तक उन्हें मारता पीटता, शाम को घर लाकर मोटे मोटे रेशम से बांधकर उनके सामने रूखा सूखा भूसा डाल देता. പിന്നെയുള്ള ദിവസങ്ങളിൽ ഗയ ഇവരെ കൊണ്ടുപോയിട്ട് ബഡാ സഖ്ത് കാം ലേനാ ശുരു കിയ, വളരെ കൂടുതൽ ജോലി അതിനെ കൊണ്ട് ചെയ്യിച്ചു, നിലകൊള്ളിച്ചു. ദിവസവും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഒരുപാട് ജോലികൾ ചെയ്യുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതുപോലെ ഒരുപാട് ജോലികൾ ഇതിനെ കൊണ്ട് ചെയ്യിച്ചിട്ട് വലിയ പിന്നെ കയറൊക്കെ എടുത്ത് അതിനെ ബന്ധിച്ച് കെട്ടി മുറുക്കി വെച്ചിട്ട് പിന്നെ ഉണങ്ങിയ പുല്ലുകളൊക്കെയാണ് കൊടുത്തത്. പക്ഷെ എത്രത്തോളം സൂചിച്ച് അവിടെ ജീവിച്ചിരുന്നാന്ന് ആലോചിച്ചോണം. അതിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്ത് ചൂരിക്കെ പാസ് വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്നവയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ ഒരു അവസ്ഥയായി. ഗയാക്കെ ഘർ, ഗായെന്ന് വായിക്കരുത്, ഗായെന്ന് വായിക്കുമ്പോൾ ഒരു ദീർഘം കൂടെ വേണം. ഗയാക്കെ ഘർ എക്ക് ചോട്ടി സി ലഡ്കി രഹ്തി ഥി, ഒരു ചെറിയ ഒരു പെൺകുട്ടി ഗയയുടെ വീട്ടിലുണ്ടായിരുന്നു. വഹ് ബൈലോं की दुर्दशा देखती तो, वह बैलों की दुर्दशा देखती तो उसे बुरा लगता. वह रात को चुपके से उन्हें रोटी खिलाती. മിണ്ടാതെ ഇരുന്ന് രാത്രി എന്ത് ചെയ്യും, ഗയയുടെ വീട്ടിൽ ഈ സങ്കടങ്ങളൊക്കെ കണ്ടുകൊണ്ട് ആരുണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മകൾ. ബഹു ബൈലോക്കി ദുർദശ, ആ ബൈലുകളിലെ ആ ഓക്സിന്റെ ഒക്കെ ദുർദശ കണ്ടിട്ട്, ആ അവസ്ഥ കണ്ടിട്ട് അതിന് ഭയങ്കര സങ്കടമായി തോന്നി. രാത്രി ചുപ്പേസേ, രാത്രി ആയപ്പോഴത്തേക്കും മിണ്ടാതെ എന്ത് ചെയ്തു, പിന്നെ റോട്ടി ഖിലാത്തി, റോട്ടിയൊക്കെ കൊണ്ടുപോയി കൊടുക്കും. ദോനോ ബൈ ഉസ്കെ പ്യാർ കെ സമാനി അപ്പനെ മാർ ഔർ അപ്പമാൻ ഭൂൽ ജാത്തെ, അപ്പോഴത്തേക്കും എന്ത് ചെയ്യും, ആ സങ്കടങ്ങളെല്ലാം മറന്നുപോകും. ആരുടെ സ്നേഹത്താലാണ്? ആ പെൺകുട്ടിയുടെ സ്നേഹത്താൽ, ആ പെൺകുട്ടിയുടെ ആഗ്രഹത്താൽ, ആ സ്നേഹത്താൽ അതിൻ്റെ വേദനകളെല്ലാം മറന്നുപോകും. അപ്പോഴ് एक दिन मोती रस्सी को छपाकर तोड़ने की कोशिश कर रहा था, वह लड़की आई और उसने दोनों बैलों के खोल दिया. ഒരു ദിവസം വന്നിട്ട് ആ പെൺകുട്ടി വന്ന് എന്ത് ചെയ്തു, ഇതിനെ രണ്ടിനെയും കൂടി അഴിച്ചു വിട്ടു. दोनों वहां से भाग निकले. थोड़ी देर बाद जब गया को पता चला तो वह भी उनके पीछे दौड़ा पर उन्हें पकड़ना सका. കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോഴെന്ത് മനസ്സിലായി, ഞങ്ങളുടെ പുറകിൽ വന്ന് പിടിക്കുവാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മനസ്സിലായി. ഒന്നുകൂടി വായിക്കാം. अब गया ने उनसे बड़ा सख्त काम लेना शुरू किया. वह उन्हें दिन पर हल में जोतता, जब तक उन्हें मारता पीटता, शाम को घर लाकर मोटे मोटे रेशम से बांधकर उनके सामने रूखा सूखा भूसा डाल देता. वे लाचार निगाहों से एक दूसरे को देखते रहते. गया की एक छोटी सी लड़की रहती थी. वह बैलों की
दोनों बैलों उनके प्यार के समाने अपनी मार और अवमान भूल जाते। एक दिन मोती रस्सी को चबाकर तोड़ने की कोशिश कर रहा था। वह लड़की आई और उसने दोनों बैलों को खोल दिया। दोनों वहां से भाग निकले। थोड़ी देर बाद जब गया को पता चला तो वह भी उनके पीछे दौड़ा पर उन्हें पकड़ना सका। രണ്ടുപേരുടെയും പുറയിൽ ഓടിയാൽ അതിനെ പിടിക്കുവാൻ കിട്ടത്തില്ല എന്ന് മനസ്സിലായി. ആരാണ് അതിനെ അഴിച്ചുവിട്ടത്? ഗേയുടെ വീട്ടിലെ ഒരു കൊച്ചു പെൺകുട്ടി. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എന്താണ് പക്ഷി മൃഗാദികളൊക്കെ കാണും അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യും? എപ്പോഴും ആ മൃഗങ്ങൾക്കായാലും പക്ഷികൾക്കായാലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾക്കും താല്പര്യം കാണും, നിങ്ങൾക്കും ഇഷ്ടം കാണും അല്ലേ? അപ്പോൾ ആ ഒരു ഇഷ്ടം പോലെ ഗേയുടെ വീട്ടിലെയും പെൺകുട്ടി എന്ത് ചെയ്തു? ഈ കാളകളുടെ ഈ ബൈലോं की दुर्दशा देखकर बहुत दुख हो गया. ഈ കാളകളുടെ അവസ്ഥ കണ്ടിട്ട് വളരെ ദുഃഖപ്പെട്ട് ദുഃഖിതയായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യും? ദിവസവും കുറേ റോട്ടി നമ്മുടെ ചപ്പാത്തി അതൊക്കെ കൊണ്ടുവന്ന് ഈ ബൈലുകൾക്ക് കൊടുക്കും. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തു? ഇതിനെ ഖോൽദിയ തുറന്നു വിട്ടു. അങ്ങനെ എന്ത് ചെയ്തു? ഇത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. थोड़ी देर बाद जब गया को पता चला तो वह भी उनके पीछे दौड़ा पर उन्हें पकड़ना सका. अब हीरा और मोती ആസാദേ. ആസാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീഡം. ആ സമയത്ത് അങ്ങനെ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ഹീരയും മോത്തി എന്തായി തീർന്നു? സ്വതന്ത്രരായി തീർന്നു. ഫ്രീഡം. रास्ते में उन्हें एक सांड मिला. सांड मतलब बुल. रास्ते വഴിയിൽ എന്ത് കണ്ടു? ഒരു बुलने കണ്ടു. वह उनकी ओर लपका तो हीरा मोती का होश उड़ गए. भागना बेकार था, इसलिए दोनों ने साहस से काम लिया. सांड ने आकर हीरा पर वार किया तो मोती ने पीछे से उस पर सींगों से चोट की. सांड घबराया. वह किसी एक तो मार कर खजूमार निकाल देता पर एकाम तो दे. मिलकर काम करने में बल है. दोनों में मिलकर सांड को फाड़ दिया. मोती कुछ दूर उसके पीछे दौड़ा पर हीरा ने उसे अधिक दूर तक न जाने दिया. എന്ത് ചെയ്തു? അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു സാണ്ടിനെ കണ്ടു, ഒരു പുള്ളിനെ കണ്ടു. അപ്പോൾ ആ ഓട്ടത്തിനിടയിൽ ഉൻകി ഓർ ലപ്കാത്തോ അതിൻ്റെ സ്പീഡ് കണ്ടിട്ട് ഹീരയ്ക്കും മോത്തിക്കും അതിശയമായി തോന്നി. ഭാഗന ബേക്കാർഥ ഓടുന്നത് വ്യർത്ഥമാണെന്ന് തോന്നി. ഇസ്നി ദോനോനെ സാഹസസെ കാം ലിയ. രണ്ടുപേരും സാഹസമായ കാര്യങ്ങൾ തീരുമാനിച്ചു. സാണ്യാക്കർ हीरा पर वार किया तो मोती ने पीछे से उस पर सींगों को छोड़ की. എന്ത് ചെയ്തു? ഹീരയുടെ മുമ്പിലേക്ക് പോയ സമയത്ത് മോത്തി ഇത് പുറകിൽ നിന്ന് കൊമ്പുകൾ കൊണ്ട് सींगों के छोड़ की കൊമ്പുകൾ കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. सांड घबराया. वह किसी एक को तो मारकर खजूमर निकला पर यहाँ दो तो मिलकर काम करने में बल है. അപ്പോൾ തന്നെ അവർ തീരുമാനിച്ചു എന്താണ്? രണ്ടുപേരും ചേർന്നുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്താൽ എന്തുകൊണ്ട് വലിയൊരു ശക്തിയായി തീരും. ദോനോനെ മിൽക്കർ സാണ്ട് കോ ഭഗാ ദിയ. രണ്ടുപേരും കൂടെ ചേർന്ന് ആ സാണ്ടിനെ അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞു. മോത്തി കുച്ച് ദൂർ ഉസ്കെ പീछे ദൗടാ. മോത്തി അതിൻ്റെ പുറകെ ഓടി. पर हीरा ने उसे अधिक दूर तक न जाने दिया. പക്ഷേ ഹീര അതിൻ്റെ പുറകെ പോകുവാൻ വേണ്ടിയിട്ട് സമ്മതിച്ചില്ല. ദോനോ അപ്പൊ ബഡേ പ്രസന്നതേ. അവര് സ്വതന്ത്രരായി ഇങ്ങനെ നടക്കുകയാണ്. വളരെ സന്തോഷമായിട്ട് തോന്നി. ആകെ ചലേ തോ രാസ്തേ മേ മട്ടർ കാ ഖേത്ത് ദിഖായി ദിയ. ഈ കടലേ കപ്പലിലെയൊക്കെ ഇല്ലേ മട്ടർ, അതിൻ്റെ ഒരു ഖേത്ത് കണ്ടു. ഖേത്ത് എന്ന് വെച്ചാൽ പാടം. ഫൂക് തോ ലഗാ ഹി രഹി थी. വയറ് നല്ല വിശപ്പായിരുന്നു. ഭരി ഭരി മട്ടർ ദേഖുകർ ഉൻകി പൂക്ക और വിതേസ് ഹോ ഗയി. അതൊക്കെ തിന്നുവാൻ വേണ്ടിയിട്ട് ഓടി. പുല്ലൊക്കെ കണ്ടപ്പോഴത്തേക്കും എന്താ പച്ച പുല്ല് കണ്ടപ്പോഴത്തേക്കും തിന്നുവാൻ വേണ്ടിയിട്ട് ഓടി എന്ത് ചെയ്യുന്ന പാടത്തേക്ക് കയറുകയാണ്. വേ ഖേത് മേ ഘുസ് ഗയേ.
और ले गए मटर खाने। अभी पेट भरा भी न था कि खेत के रखवालों ने उन्हें देख लिया और कांची हाउस में बंद करवा दिया. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ ഉടമസ്ഥരുണ്ടല്ലോ, ഇത് കൃഷി ചെയ്യുന്ന ആൾക്കാർ ഇതിനെ പിടിച്ചു കെട്ടി കാഞ്ചി ഹൗസിൽ കൊണ്ടുപോയിട്ട് അടച്ചു. അപ്പോൾ കാഞ്ചി ഹൗസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മീനിങ്സ് ഉണ്ട്. എന്താണ് കാഞ്ചി ഹൗസ്? ജഹാ ആവാര ഘൂംത്തെ ജാവരോं को बांटकर बंद कर दिया जाता है. ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കുന്ന മൃഗങ്ങളെ കൊണ്ടുപോയി കെട്ടിപ്പൂട്ടി ഇടുന്ന സ്ഥലമാണ് കാഞ്ചി ഹൗസ്. കാഞ്ചി ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാഞ്ചി ഹൗസ്. कांची हाउस जहां आवारा घूमते जानवरों. कांची हाउस मीन्स जहां आवारा घूमते जानवरों को पकड़कर जानवरों को पकड़कर बंद कर दिया जाता है. कांची हाउस में പറഞ്ഞാല് जहां आवारा घूमते जानवरों को ഇങ്ങനെയാണ് വായിക്കുന്നത്. जहां അവിടെ, आवारा घूमते जानवरों को पकड़कर बंद कर दिया जाता है. അവിടെ ഇവിടെയും കറങ്ങിയൊക്കെ നടക്കുന്നവരെ പിടിച്ചു കെട്ടി എന്ത് ചെയ്യും? ഒരു റൂമിൽ കൊണ്ടുപോയി ഇടുന്ന സ്ഥലമാണ് കാഞ്ചി ഹൗസ്. മനസ്സിലായോ? അപ്പോൾ जहां आवारा घूमते जानवरों को पकड़कर बंद कर दिया जाता है कांची हाउस. कांची हाउस അപ്പം അങ്ങനെ എന്ത് ചെയ്തു? കാഞ്ചി ഹൗസിൽ കൊണ്ടുപോയി ഇട്ടു. രണ്ടുപേരെയും കൂടി പിടിച്ചു കെട്ടി. അപ്പോൾ ഹീര और मोती ഒന്നുകൂടി വായിക്കാൻ വേണം, ശ്രദ്ധിച്ചിരിക്കണം. दोनों अब बड़े प्रसन्न थे. दोनों अब बड़े प्रसन्न थे. आगे चल तो रास्ते में मटर का खेत दिखाई दिया. फूक तो लगा ही रही थी. हरी भरी मटर देखकर उनकी फूक और फी तेज हो गई. वे खेत में घुस गए और लगे मटर खाने. अभी पेट भरा भी न था कि खेत के रखवालों में उन्हें देख लिया और कांचे हाउस में बंद करवा दिया. हीरा और मोती ने देखा कि कांची हाउस में और भी कई जानवर थे. അവിടെ കുറേ ജാൻവർ ഉണ്ടായിരുന്നു. എന്തൊക്കെ ജാൻവറായിരുന്നു? ഹീരയും മോത്തിയും നോക്കിയപ്പോൾ ആ കാഞ്ചി ഹൗസിൽ ഒരുപാട് മൃഗങ്ങൾ ഉണ്ടായിരുന്നു. ജാൻവർ എന്ന് വെച്ചാൽ മൃഗങ്ങൾ. ഏതൊക്കെയാണ്? ഫെൻസി, ഘോഡെ, ഘോഡിയ, ഗധേ. ഏതൊക്കെയാണ്? ഫെൻസി, ഘോഡെ, ഘോഡിയ, गधे.
ഇങ്ങനെയുള്ള മൃഗങ്ങളായിരുന്നു അവര്. കംസോർ ഔർ ദുബലെ പതലെ വഹാ കിസി കെ ലിയെ ന ചാരെ കാ പ്രബന്ധ താ ഔർ ന പാനി കാ. അവർക്കെന്തെയും ആഹാരം വെള്ളമൊന്നും കൊടുക്കാതെ കുറച്ച് മാത്രം നൽകിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു അവര്. അപ്പൊ ജഹാ കഹാം സേ ഹംസേ ഉൻഹോനെ സോച്ച, ഇവിടെ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക, ഇവിടെ എങ്ങനെയാണ് താമസിക്കുക എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കിയേ. ഹീര ഓർ മോത്തീനെ, ഹീര ഓർ മോത്തീനെ देखा कि कांची हाउस में और भी कई जानवर थे, फेम से घोड़े घोड़ियाँ गधे सबके सब गमसोर और दुबले पतले. वहाँ किसी के लिए न चारे का प्रबंध था और न पानी का. यहाँ कहाँ आप हमसे. उन्होंने सोचा. रात हुई. मोती ने हीरा से कहा कि अगर दीवार तोड़ दी जाए तो बाहर निकला जा सकता है. രാത്രിയായി. അപ്പോൾ മോത്തി ചിന്തിക്കുകയാണ്. ഹീരാൻസെ കഹാക്കി എന്നിട്ട് പറയുകയാണ് എന്താ, അഗർ ഒരു പക്ഷേ ദീവാർ തോണ്ടി ജായേത്തോ, ഈ ദീവാർ ഈ ഭിത്തി ഇടിച്ച് കളയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തു പോകുകയും രക്ഷപ്പെടുവാൻ വേണ്ടി സാധിക്കും. ഉസ്നെ സിംഗോ സെ ദീവാർ ഗിരാനെ കാ പ്രയത്ന കിയ. അപ്പം എന്ത് ചെയ്തു, അതിൻ്റെ കൊമ്പുകൾ കൊണ്ട് ആ ഭിത്തി ആ ചുവര് ഇടിക്കുവാൻ വേണ്ടി തുടങ്ങി. ദോ ചാർ ചോട്ടോ മേ ഹി തോടി സി ദീവാർ ടൂട്ട് ഗയി. 2-3-4 തവണത്തെ ഇടി കൊണ്ട് തന്നെ എന്ത് ചെയ്തു, ആ ദീവാർ ആ ഭിത്തി എന്ത് ചെയ്തു, ഇളകി വീഴുവാൻ വേണ്ടി തുടങ്ങി. ഉസ്കാ ഉത്സാഹ പെടാത്തോ ഉസ്നെ ഔർ ജോർ സെ ചോട്ടെ ലഗ്നി ശുരു കി. ഉസ്കാ ഉത്സാഹ പെടാത്തോ, അതിൻ്റെ ആ ഉത്സാഹം വളരെ കൂടുതലായിരുന്നു. ചോട്ടെ ലഗാനി ശുരുക്കി, വളരെ സന്തോഷമായിരുന്നു. ഹീര और मोती ने देखा कि, ഒന്നുകൂടി വായിക്കുകയാണ്. हीर और मोती ने देखा कि कांची हाउस में और भी कई जानवर थे, फेम से എങ്ങനെയാണ് വായിക്കുന്നത്, फेम से घोड़े घोड़ियाँ गधे എന്തൊക്കെയാണ്, ഫെം സെ പോത്തുകള്, പിന്നെ ഘോഡ കുതിരകള്, പിന്നെ ഗധെ ഡോങ്കി, सबके सब कमजोर और दुबले पतले. वहाँ किसी के लिए ना चारे का प्रबंध था और ना पानी का. यहाँ कहा आप हमसे. उन्होंने सोचा. रात हुई. मोती ने हीरा से कहा कि अगर दीवार तोड़ दी जाए तो बाहर निकला जा सकता है. उसने सिंगम से दीवार गिराने का प्रयत्न किया. 2-4 छोटों में ही थोड़ी सी दीवार टूट गई. उसका उत्साह बढ़ा तो उसने और जोर से छोटे लगानी शुरू की. ബാലൻസ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഈ പോർഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാഡത്തിനോട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കണം. ചോദിച്ച് മനസ്സിലാക്കണം. അർത്ഥങ്ങളൊക്കെ എന്തെങ്കിലും അറിയുവാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ ബാലൻസ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ മീനിങ്സ് ഒന്നുകൂടി മാഡം പറഞ്ഞുതരാം. ഉത്സാഹ നമ്മൾ രണ്ടിടം പറഞ്ഞിരുന്നു. ഉത്സാഹ ജോഷ്, വ്യാകുൽ ബേസൈ ദുഃഖി, ലാജ വിവശ് ദുർദശ എന്താണ്, ബുരി ഹാലത്ത് മോശമായ അവസ്ഥ. കംസോർ മീൻസ് ദുബല ക്ഷീണിച്ച, നമ്മളിവിടെ കംസോർ പിന്നെ എന്താണ് പറയുന്നത്, ദുബല പതലെ വളരെ ക്ഷീണിച്ച അവസ്ഥയെ പറയുന്നതാണ് കംസോർ. എന്താ ഉന്മേഷമൊന്നും ഇല്ലാതെ അല്ലേ, ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. നീലാമി എന്ന് പറഞ്ഞാൽ കിസി ചീസ് കോ ബേച്ച്നെ കെ ലിയെ ബോലി ലഗാനെ കി പ്രക്രിയ, എന്തെങ്കിലും ഒരു വസ്തു വാങ്ങിക്കുവാൻ വേണ്ടി പറയുന്നതിനെയാണ് നമ്മൾ ആ ഒരു പ്രക്രിയയാണ് നീലാമി എന്ന് പറയുന്നത്. പിന്നെ കാഞ്ചി ഹൗസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് കാഞ്ചി ഹൗസ്? ജഹാ ആവാരാ ഘൂമത്തെ जानवरों को पकड़कर बंद कर दिया जाता है, बंद कर दिया जाता है, अതാണ് कांची हाउस. പിന്നെ ഹീരയും മോത്തിയും ആരും ഈ പ്രശ്നമൊക്കെ उत्तर ദിശയിൽ മൗഖികയിൽ കൊടുത്തിരിക്കുന്ന
हीरामोती बैल, हीरामोती बैलोमुटी, बैलो बैल എന്ന് പറഞ്ഞാൽ ഒന്നേ ആവുന്നുള്ളൂ, बैलो എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം. नेक्स्ट क्वेश्चन है छुरी की पत्नी का भाई का नाम क्या था? छुरी की भाई का नाम, पत्नी का भाई का नाम എന്താണ്? ഗയ. ഗയ ഗയ എന്നായിരുന്നു പേര്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്നുകൂടി പറയാം. ഹീരാമോത്തി, ഹീരാമോത്തി കോൺ ഥി, ഹീര എന്നും മോത്തി എന്നും പറയുന്നത് ആരായിരുന്നു? ദോ ബൈലോ ഥേ, ദോ രണ്ട് ആളുകളായിരുന്നു, ദോ ബൈലോ. പറയാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ചൂരി കി പത്നി കെ ഭായി കാ നാം ക്യാ ഥാ? ചൂരിയുടെ പത്നിയുടെ സഹോദരന്റെ പേര് എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗയ. എന്തായിരുന്നു? ഗയ. അപ്പൊ തിരിച്ചൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കണം. ചൂരി കെ പാസ് മേ കിത്തനെ ബൈൽ ഥേ? ചൂരി കെ പാസ് എത്ര ബൈൽ ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര എണ്ണം ഉണ്ടായിരുന്നു? രണ്ടെണ്ണം ഉണ്ടായിരുന്നു. എന്താണ് പേരെന്തായിരുന്നു? ഹീരയും മോത്തിയും. അപ്പൊ ചൂരി കെ പാസ് മേ കിത്തനെ ബൈൽ ഥേ? കിത്തനെ ബൈൽ ഥേ? ചൂരി കെ പാസ് മേ ദോ बैल थे. Okay children, അപ്പോൾ ജസ്റ്റ് ഈ പോർഷൻ വായിച്ച് മറ്റുള്ള വോയിസ് ഇട്ട് തരണം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീനിങ്സ് ഒക്കെ നല്ലതുപോലെ പഠിക്കണം. Okay children, let us wind up the class. See you tomorrow. Bye.